സകലത്തിൻ്റെയും സൃഷ്ടാവ് പരിപാലകനുമായ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആദ്യം തുടങ്ങിയ ദമ്പതി കൂട്ടായ്മയിൽ എത്ര പേരുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 7 പേരുണ്ടായിരുന്നു. നമ്മുടെ അതിരൂപതയിൽ 7 പേരെ വെച്ചുകൊണ്ടാണ് ഈ ദമ്പതി കൂട്ടായ്മ ആരംഭിക്കുന്നത്. ആദിയിൽ നിൻ മനതാരിൽ വിരിഞ്ഞ അമ്മ ഒരിക്കൽ കൂടി നവീകരിക്കുന്നു. സഭയോടും അധികാരികളോടും വിധേയപ്പെട്ട് ശുശ്രൂഷാമനോഭാവത്തോടെ കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. തിരഞ്ഞെടുത്ത കാലത്തികവിൽ വിളിച്ചു ചേർത്ത സുന്ദര ബന്ധമെൻ കുടുംബം. ആദിയിൽ നിൻ മനതാരിൽ വിരിഞ്ഞ അമ്മതൻ ഉദരെ നീ തിരഞ്ഞെടുത്ത കാലത്തികവിൽ വിളിച്ചു ചേർത്ത സുന്ദര ബന്ധമെൻ കുടുംബം. കുടുംബം എൻ കുടുംബം ദാനം നിന്ദാനം. കുടുംബം എൻ കുടുംബം ദാനം നിന്ദാനം. കുടുംബത്തിന്റെ അടുത്തുള്ള ദമ്പതികളാണ്. ഈ ദമ്പതികളുടെ കൂട്ടായ്മ തുടങ്ങിയിട്ട് എത്ര വർഷമായിക്കണമെന്ന് അറിയുമോ? അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പുതിയ ആൾക്കാർ, ഒത്തിരി പഴയ ആൾക്കാർ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പോകണം. എങ്കിലും ഇത് തുടങ്ങിയിട്ട് എത്ര വർഷമായിക്കണമെന്ന് അറിയുമോ? 13. ആദ്യം തുടങ്ങിയതിന്റെ പേരെന്താണെന്ന് അറിയുമോ? ആദ്യം തുടങ്ങിയ ദമ്പതി കൂട്ടായ്മയുടെ പേരെന്താണെന്ന് അറിയുമോ? ട്രിനിറ്റി കപ്പിൾസ് അല്ല, സുഭാഷേട്ടൻ പറയുന്നുണ്ട് റിപ്പിൾസ്. അതിനു മുമ്പ് ഉണ്ടായിരുന്നു. ആദ്യം തുടങ്ങിയ ദമ്പതി കൂട്ടായ്മയിൽ എത്ര പേരുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 7 പേരുണ്ടായിരുന്നു. നമ്മുടെ അതിരൂപതയിൽ 7 പേരെ വെച്ചുകൊണ്ടാണ് ഈ ദമ്പതി കൂട്ടായ്മ ആരംഭിക്കുന്നത്. അതിലൊരാളാണ്, ഒരു ദമ്പതിയാണ് റൈഫർ സാറും ടെസ്റ്റേജ്. മറ്റൊരു ദമ്പതിയാണ് നമ്മുടെ ഇവിടെയുള്ള ജോസ് മാത്യു സാറും മേരിയമ്മ ചേച്ചി. പിന്നെ ജേക്കബ് സാർ, ഡാലി ചേച്ചി, ഒരു തോമസ് ചേച്ചിയുടെ പേര്. അങ്ങനെ 7 ദമ്പതികൾ ചേർന്നാണ് ആദ്യത്തെ ദമ്പതി കൂട്ടായ്മ 2010 ആരംഭിക്കുന്നത്. അതിൻ്റെ പേര് കപ്പിൾസ് ഓഫ് ഹോളി ട്രിനിറ്റി, CHT എന്നായിരുന്നു. കപ്പിൾസ് ഓഫ് ഹോളി ട്രിനിറ്റി. നമ്മൾ ഇതൊക്കെ നമ്മുടെ പേര് കേട്ടോ, കപ്പിൾസ് ഓഫ് ഹോളി ട്രിനിറ്റി എന്നായിരുന്നു. അതിൽ നിന്നാണ് പിന്നെ എന്ത് രൂപം കൊണ്ടത്? പിന്നെ ഗ്രേസ് റിപ്പിൾസ് രൂപം കൊണ്ടത്. ഗ്രേസ് റിപ്പിൾസ് രൂപം കൊടുത്തപ്പോൾ നമ്മുടെ എല്ലാ ഫൊറോനകളിലും ഈ ഗ്രേസ് റിപ്പിൾസ് രൂപീകരിക്കണം അന്നത്തെ ഡയറക്ടറായിരുന്ന അഗസ്റ്റിൻ കരീലിയച്ചൻ ആഗ്രഹിക്കുകയും അഗസ്റ്റിൻ കരീലിയച്ചൻ ഓരോ ഫൊറോനയിൽ നിന്നും 4 പേരെ വെച്ച് തിരഞ്ഞെടുക്കുകയും ചെയ്തു. മനസ്സിലായോ? ഓരോ ഫൊറോനയിൽ നിന്നും 4 പേരെ വെച്ച് തിരഞ്ഞെടുത്തു. ഒരാളെ ഫൊറോന ഓർഗനൈസർ എന്ന് വിളിച്ചു. ബാക്കി 3 പേരെ ഫൊറോന പ്രൊമോട്ടേഴ്സ് എന്ന് വിളിച്ചു. അവർ ഓടി നടന്നാണ് നമ്മുടെ അതിരൂപതയിലെ ഓരോ ഇടവകകളിലും ഗ്രേസ് റിപ്പിൾസ് ആദ്യമായി രൂപീകരിക്കുന്നത്. അതിനുശേഷം ട്രിനിറ്റി കപ്പിൾസ് മിനിസ്ട്രി ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ മിഷണറി കപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. ഇപ്പൊ നമ്മൾ വളർന്നിങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ആ 7 ദമ്പതികളിൽ നിന്നും അതിൽ നിന്ന് പിന്നീട് വന്ന ഓരോ ഫൊറോനയിലെ 4 ദമ്പതികളിൽ നിന്നാണ്. ആ 4 ദമ്പതികളായിട്ട് പല സമയങ്ങളിലും സേവനമനുഷ്ഠിച്ച
അവരിൽ 7 പേര് കൂടി ഉണ്ട്. ഓക്കെ, തൃപ്പൂണിത്തുറ ഫൊറോനയിൽ നിന്നായിരുന്നു ലഡീസ് ചേച്ചി അല്ലേ? ചേച്ചി ഫൊറോൻ കോർഡിനേറ്റർ അല്ലായിരുന്നു? ഫൊറോൻ ഓർഗനൈസർ അല്ലേ? ഫൊറോന ഓർഗനൈസർ ആയിരുന്നു. തൃപ്പൂണിത്തുറയിലെ ഫൊറോന ഓർഗനൈസർ ആയിരുന്നു ഒരു കാലത്ത്. ഡേസ്റ്റ് പ്രൊമോട്ടർ ആയിരുന്നു. ഫൊറോന ഓർഗനൈസർ നിങ്ങളല്ലായിരുന്നു? ജോസഫ് ആയിരുന്നു. ജോസഫയുടെ ഇതിന് ഫൊറോന ഓർഗനൈസർ ആയിരുന്നു. എടപ്പള്ളി ഫൊറോനയുടെ ഓർഗനൈസർ ആയിരുന്നു സുഭാഷ് ആയിരുന്നു, ലീലാജേഷ് അല്ലേ? എടപ്പള്ളി ഫൊറോനയുടെ പ്രൊമോട്ടർ ആയിരുന്നു ഷാജു മേഘ. നിങ്ങളുടെ പേര് എങ്ങനെയായിരുന്നു? ബാബു കൊച്ചാണി അല്ലേ? നിങ്ങൾ പ്രൊമോട്ടറായിരുന്നു പാലയോട്. എറണാകുളം ഫൊറോനയുടെ പ്രൊമോട്ടേഴ്സ് ആയിരുന്നു. എടപ്പള്ളി ഫൊറോനയുടെ പ്രൊമോട്ടേഴ്സ് ആയിരുന്നു. കുടുംബം ദൈവത്തിൻ്റെ പ്രേക്ഷിത കേന്ദ്രമാണ്. കുടുംബം സഭയുടെ ഒരു സഭ തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ തെളിവാണ് നമ്മൾ ഈ കാണുന്നത്. കൂടുതൽ ഞാനിന്നൊന്നും പറയുന്നില്ല, ഞാൻ ഇനിയും പഠിക്കണം. അതുകൊണ്ടാണ് എനിക്കിതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയായിട്ടില്ല. ബട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഐ റിയലി അപ്രീഷിയേറ്റ് നിങ്ങളുടെ സമയം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ മറ്റ് ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നിങ്ങളിവിടെ വന്നിരിക്കുന്നതിന് ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. ഇത് എളുപ്പമല്ല. ഐ റിയലി അപ്രീഷിയേറ്റ്. ഞാനിവിടെ 1.5 മണിക്കൂർ 2 മണിക്കൂർ വന്ന് നിൽക്കുമ്പോൾ എത്രത്തോളം കാര്യങ്ങൾ ഞാൻ മാറ്റിവെക്കുന്നുണ്ട്, എത്രത്തോളം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളിവിടെ വന്നതിന് ഞാൻ നിങ്ങളെ നന്ദി പറയാണ്, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ, കുടുംബജീവിതത്തിലൂടെ എല്ലാവർക്കും, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ്. കൂടുതൽ അനുഭവങ്ങൾ യൂറോപ്പിൽ നിന്ന് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോഴല്ല, ഇനിയുള്ള സമയങ്ങളിൽ. കുറേ ഫാമിലീസുമായിട്ട് അവിടെ എനിക്ക് പരിചയം. എനിക്ക് അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പഠിക്കുക മാത്രമല്ലായിരുന്നു, ഐ വാസ് റിയലി ഇൻവോൾവിങ്. ഞാൻ അവരുമായിട്ട് ഇങ്ങനെ ഇടപഴകി ജീവിക്കുകയായിരുന്നു. അതുകൊണ്ട് കുറേ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങളുണ്ട് കുടുംബങ്ങൾ. നിൻ കൂടെ നടന്നു, നിൻ ചാരയിരുന്നു, മൊഴികൾ ശ്രവിച്ചും നിൻ ഹിതമറിഞ്ഞു. നിൻ കൂടെ നടന്നു, നിൻ ഏറ്റവും സന്തോഷത്തോടെ, ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ അന്നത്തെ പ്രെയർ മീറ്റിംഗ് നടന്നിരുന്നത് ഓർക്കുകയാണ്. തുടർന്ന് 2 റൗണ്ട് ഈ പ്രെയർ മീറ്റിംഗ് ഓരോ അംഗങ്ങളുടെയും ഭവനത്തിൽ ഇങ്ങനെ പ്രെയർ മീറ്റിംഗ് നടത്തി 2 റൗണ്ടായപ്പോൾ അച്ഛനോട് ഞങ്ങൾ ചോദിച്ചു ഇനി എന്താ വേണ്ടത്. അപ്പം അതിൽ ചില ഫാമിലീസ് ഇങ്ങനെ വിദേശത്ത് പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പം പിന്നെ അച്ഛൻ പറഞ്ഞു 2 റൗണ്ട് കഴിഞ്ഞില്ല, ഇനി നമുക്ക് നിർത്താം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു അത് നിർത്തിയത്. അപ്പോൾ ഈശോ നമ്മളോട് പറയുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ ദമ്പതിമാരെ സ്നേഹിച്ച് ജീവിക്കുന്നതാണ് എല്ലാവരും കാണേണ്ടത്. ആ സ്നേഹത്തിൽ ജീവിക്കുന്ന ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ അതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം മുഴുവൻ അറിയും എന്ന് യോഹന്നാൻ 13:14 പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ ദമ്പതി കൂട്ടായ്മയിൽ നിന്ന് നമ്മുടെ സ്നേഹം കൊണ്ട് മറ്റുള്ളവർ വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം കുടുംബത്തിലെ മറ്റെല്ലാ അംഗങ്ങളും ഞാൻ വിചാരിക്കുക, ഈ ദമ്പതി കൂട്ടായ്മ ഇങ്ങനെ തുടങ്ങാൻ നമ്മുടെ പ്രേക്ഷിത കേന്ദ്രം പ്രയത്നിച്ചത് ഒത്തിരി നന്ദിയോടെ നമുക്ക് ഓർക്കാം. ദൈവത്തിന് ഒത്തിരി നന്ദി പറയണം. കാരണം നമ്മളെ എല്ലാ ദമ്പതിമാരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ അതിരൂപത പ്രേക്ഷിത കേന്ദ്രം നമുക്ക് വേണ്ടി സമയവും സന്ദർഭവും എല്ലാം നമുക്ക് വേണ്ടി വിനിയോഗിച്ചല്ലോ. ആ വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ഇനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദമ്പതിമാരെയും നമ്മുടെ പിതാവായ ദൈവം തൻ്റെ കെരൂബുകളെ കാവൽ നിർത്തി അനുഗ്രഹിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒപ്പം കർത്താവായ യേശുക്രിസ്തു തിരുരക്ത കോട്ട കെട്ടി അവർക്ക് ഓരോരുത്തർക്കും സംരക്ഷണം നൽകട്ടെ. പരിശുദ്ധാത്മാവായ ദൈവം അഗ്നിവലയത്താൽ എല്ലാവർക്കും സംരക്ഷണമേകട്ടെ. സകല മാലാഖമാരും എല്ലാ കുടുംബങ്ങളെയും കൈകോർത്ത് പിടിച്ച് കാവൽ നിൽക്കട്ടെ. സകല വിശുദ്ധരും എല്ലാ ദമ്പതിമാർക്ക് വേണ്ടിയും മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാറ്റിലും ഉപരിയായി നമ്മുടെ പരിശുദ്ധ അമ്മ ദൈവമാതാവ്, അമ്മയുടെ പരിശുദ്ധിയുടെ കിരണങ്ങൾ എല്ലാ ദമ്പതിമാരുടെയും ശിരസിൽ തൻ്റെ പരിശുദ്ധിയുടെ കിരണം വർഷിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നീ മെനഞ്ഞെടുത്തവൻ കുടുംബം,
വിളിച്ചു 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 സ്നേഹത്തിലൊന്നാകാൻ വിളിച്ചു 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 സ്നേഹത്തിലൊന്നാകാൻ വിളിച്ചു